ഇത് വണ്ടിപ്പേട്ടയിലുള്ള സാജൻ്റെ ആക്രിക്കട. ഒരുമാതിരി ന്യായമായ രീതിയിൽ നമ്മുടെ ആക്രി സാധനങ്ങൾക്ക് വില തരുന്ന ഒരാളാണ്. ഈ സൈക്കിളുകൾ കാര്യങ്ങൾ എന്ത് സാധനം ഉണ്ടെങ്കിലും ഇവിടെ എടുക്കും. പുള്ളിയുടെ കടയാണ്. വണ്ടിപ്പേട്ടയിൽ നിങ്ങളിങ്ങോട്ട് വരുമ്പോൾ പറയ്ക്ക് പോകുന്ന വഴിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എടുക്കും. പുള്ളിയെ വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് സാധനം കളക്ട് ചെയ്യും. തയ്യൽ മെഷീൻ അങ്ങനെ എന്ത് വേണമല്ലോ, എന്ത് ഐറ്റം ഉണ്ടല്ലോ, നിങ്ങൾ കളയുന്ന ഒരു സാധനങ്ങളും, അതായത് കഴിക്കുന്ന ആഹാരം മാത്രം, അത് മാത്രം എടുക്കത്തില്ലെന്നേ ഉള്ളൂ. ബാക്കി എന്നാ സാധനം ഉണ്ടല്ലോ പുള്ളിക്കാരനെടുക്കും. അതുകൊണ്ട് ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ. സാജ നല്ല രീതിയിൽ നമുക്ക് ആക്രികൾക്ക് വില തരുന്ന ഒരു കടയാണിത്. സാജനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സാജൻ ഇങ്ങനെ ഈ മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാളും ഇത്രയും വില കൂട്ടി കൊടുക്കാൻ പറ്റുന്നത്? വില കൂട്ടി കൊടുക്കാൻ പറ്റും. എനിക്ക് തുച്ഛമായ ഒരു ലാഭം മതി. അതായത് ഈ തമിഴ്നാട്ടുകാരും അന്യസംസ്ഥാനക്കാരും ഒക്കെ നമ്മുടെ വീടുകളിൽ ഒരു ദിവസം 3-4 പേര് ആക്രി പറക്കാനായിട്ട് വീടുകളിൽ പോയിട്ട് തുച്ഛമായ വില, 1 കിലോ ന്യൂസ് പേപ്പർ ആണെങ്കിൽ 15 രൂപ കൊടുക്കും. കൈത്രാസിലാണ് അവർ നോക്കുന്നത്. ഞാനാണെങ്കിൽ 18 രൂപ കൊടുക്കും. എനിക്ക് 50 പൈസ കിട്ടും. 50 പൈസ ലാഭം മതി. എനിക്ക് എൻ്റെ ഉപജീവനമാർഗം കഴിഞ്ഞു പോയാൽ മതി. ന്യായമായിട്ടുള്ള വില എൻ്റെ സ്ഥാപനത്തിൽ വന്ന നമ്മുടെ എല്ലാ വീടുകളിലും ഉള്ള ആക്രി സാധനങ്ങൾ ഇവിടെ കൊണ്ട് തന്നാൽ നല്ല വിലയ്ക്ക് ഞാൻ എല്ലാ ആക്രി സാധനങ്ങളും എടുക്കും. നല്ല വിലയ്ക്ക് എടുക്കും. കൃത്യമായ തൂക്കം, പൈസയ്ക്ക് എല്ലാ സാധനങ്ങളും നമ്മളിവിടെ നമ്മുടെ കട നമ്മൾ എടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇതിന്റെ യഥാർത്ഥ വില എന്താണെന്ന് അറിയാം. ചെമ്പ് ഏതാ പിച്ചള ഏതാ ഒന്നും അറിയില്ല. ഇവരൊന്ന് പ്ലാസ്റ്റിക്കിനകത്ത് വാരിയിടുന്ന ചിലപ്പോൾ ചെമ്പായിരിക്കും, പിച്ചളയായിരിക്കും. യഥാർത്ഥ വില കിട്ടുന്നില്ല. തമിഴന്മാര് അന്യ സംസ്ഥാനത്തും അന്യ ജില്ലകളിലൊക്കെ ഉള്ള ആൾക്കാർ നമ്മുടെ വീടുകളിലെല്ലാം കയറി നിറങ്ങും. നമ്മുടെ മാർക്കറ്റിലും ഞാനിവിടെ 10-20 വർഷങ്ങളായിട്ട് ചങ്ങനാശ്ശേരി മാർക്കറ്റിലെ സാജൻ എന്നുള്ള പേരിൽ ആക്രി സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തൊക്കെ കൊണ്ട് തന്നാൽ ന്യായമായിട്ടുള്ള വില, ഞാൻ അതിനൊരു പ്രൈസ് സാറേ ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഈ പ്രൈസ് ഒരുപാപ്പെട്ടവർക്കെല്ലാം അറിയാം. ഈ വില അവർക്ക് കിട്ടും. ഇവിടെ നമ്മുടെ നാട്ടുകാർക്ക് ഇത് കൊണ്ട് ആക്രിക്കട കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അത് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കിയാൽ നമ്മുടെ വീട്ടിൽ 100 രൂപയ്ക്ക് പാണ്ടിക്കാർ കൊണ്ടുപോകുന്ന സാധനങ്ങൾ നമുക്കിവിടെ കൊണ്ടുവന്ന് 500 രൂപ കിട്ടും. ഓക്കെ. യഥാർത്ഥ വില കൊണ്ടുതരാനുള്ള ബുദ്ധിമുട്ടാണ്. ഓട്ടോ കാശ് കഴിഞ്ഞാലും എന്നാലും മിച്ചവാ പൈസ. ചെമ്പുണ്ട്, പിച്ചളയുണ്ട്, അലൂമിനിയം ഉണ്ട് പറഞ്ഞാൽ യഥാർത്ഥ മാർക്കറ്റ് അവർക്ക് കിട്ടും. അതെ. കൂടുതൽ സാധനം ഉണ്ട്, നമ്മൾ ആ സ്പോട്ടിൽ പോയി എടുക്കും. അല്ലെ അവിടെ 4-4 വീട്ടുകാരെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ ആ സ്പോട്ടിൽ ചെന്ന് ആ സാധനം മൊത്തം എടുക്കും നമ്മൾ. അതാണ് നമ്മുടെ നാട്ടുകാർക്ക് നല്ലൊരു വില. അപ്പോൾ ഇത് സാജനിൽ നിന്ന് കിട്ടിയ നല്ലൊരു അറിവാണ്. ഇതൊക്കെ ഒരു നമ്മുടെ ഒരു പൊതു അറിവിലേക്കാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഇടുന്നത്. അതുകൊണ്ട് സാജൻ്റെ കൂടെ സാജൻ്റെ കടയുമായി സഹകരിക്കുക. നമ്മുടെ സാധനങ്ങൾക്ക് നല്ല വില മേടിക്കുക. ഈ ഇരിക്കുന്ന എൻ്റെ വണ്ടി ആക്രിയല്ല, ഇതൊന്നും എടുക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ വണ്ടിപ്പേട്ടയിൽ വന്ന് നിങ്ങൾ ഈ കടയുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുക. ഓക്കെ.